Hello students. അപ്പോൾ നമ്മൾ കെമിസ്ട്രി +2 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതിന്റെ കമ്പാരിസൺ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോളിഡ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് അല്ലേ, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്, അതിന്റെ കമ്പാരിസൺ, അതിന്റെ ഡിഫറൻസ് പഠിച്ചു. അതിനുശേഷം നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചു തുടങ്ങിയത് അല്ലേ. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് such as molecular solid, ionic solid, covalent solid, metallic solid, അതിൻ്റെയൊക്കെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസും അതുപോലെ അവിടെ ഉണ്ടാവുന്ന അട്രാക്ഷൻ ഫോഴ്സ്, ഏത് ബോണ്ട് വഴിയാണ് ആ സോളിഡ്സ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് എന്നും അതിന്റെ കൂടെ തന്നെ അവരുടെയൊക്കെ എക്സാമ്പിൾസും നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ നേരെ പോയത് യൂണിറ്റ് സെൽ എന്നുള്ള കോൺസെപ്റ്റിലേക്കായിരുന്നു അല്ലെ. യൂണിറ്റ് സെൽ എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്നുള്ളതിന്റെ ഒക്കെ ഡെഫിനേഷനും കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ല് നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് കണ്ടു, അതേപോലെ തന്നെ സെന്റേർഡ് യൂണിറ്റ് സെല്ല് കണ്ടു. അതായത് നമ്മൾ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ കണ്ടു. അതിനുശേഷം സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ പാർട്ടായ BCC, FCC ഇവയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഈ ഓരോ യൂണിറ്റ് സെല്ലിലും എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് പാക്കിംഗ് എഫിഷ്യൻസിയാണ്. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു യൂണിറ്റ് സെല്ലിനകത്ത് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിൽ നിറയെ, അത് മുഴുവനും പാർട്ടിക്കിൾ ആയിട്ടല്ല. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും, ഇവിടെ ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ ഉണ്ട്, ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഉണ്ട്. ഈ ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ നമ്മൾ പഠിച്ചത് എന്താ? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ കോർണറിലും 8 കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടാവുന്ന പഠിച്ചത്. അപ്പൊ 8 കോർണറിലും മാത്രമേ പാർട്ടിക്കിൾ ഉള്ളൂ, അല്ലാത്ത ഒരുപാട് സ്ഥലം സ്പേസ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഒരു യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ഭാഗത്തും പാർട്ടിക്കിൾ നിറഞ്ഞിരിക്കുകയല്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ പാർട്ടിക്കിൾ ഉള്ളൂ. അപ്പോൾ വേറെ കുറച്ച് സ്ഥലങ്ങൾ സ്പേസ് ബാക്കി കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, അത് ഈ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ മാത്രമല്ല, നമ്മുടെ BCCയിലോട്ട് വന്നാലും അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് BCC ഇവിടെ നമുക്ക് അതിന്റെ ഫിഗർ സ്ക്രീനിൽ കാണാൻ കഴിയും. BCC പറഞ്ഞാൽ എങ്ങനെയാണ്? എല്ലാ കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടാവും, അത് കൂടാതെ അതിന്റെ സെന്ററിലും, ആ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിലും എന്തുണ്ടാവും? ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെയൊക്കെ സ്പേസ് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. ഈ ഒരു ഫിഗറിൽ തന്നെ നമുക്ക് സ്പേസ് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു യൂണിറ്റ് സെല്ലിന്റെ പിറകുവശത്ത് നോക്കിയാൽ അവിടെയും നമുക്ക് ഇതേപോലെ തന്നെ സ്പേസ് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു യൂണിറ്റ് സെല്ലിനകത്ത് എല്ലാ ഭാഗത്തും പാർട്ടിക്കിൾ ഇല്ല, അവിടെ ഒരുപാട് സ്പേസും ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. പാക്കിംഗ് എഫിഷ്യൻസി എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാക്കിംഗ് എഫിഷ്യൻസി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു യൂണിറ്റ് സെല്ലിൽ സ്പേസ് ഉള്ള സ്ഥലങ്ങളും ഉണ്ട്, അതേപോലെ പാർട്ടിക്കിൾ ഇരിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് അല്ലെ. എത്രമാത്രം സ്പേസിലാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത്? ഓക്കെ, എത്ര ഭാഗത്താണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത്? ആ പാർട്ടിക്കിൾ ഇരിക്കുന്ന ആ ഒരു സ്പേസ്, അത് എത്ര പെർസെന്റേജ് ഉണ്ട്? ആ എത്ര പെർസെന്റേജ് ആണ് പാർട്ടിക്കിൾ ഇരിക്കുന്ന സ്പേസ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗറിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും, ഇപ്പോൾ ഇവിടെ സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആണെങ്കിൽ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പൊ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ പാർട്ടിക്കിൾ ഉള്ളൂ അല്ലെ. അപ്പൊ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ പാർട്ടിക്കിൾ ഉള്ളെങ്കിൽ വളരെ കുറച്ചായിരിക്കും അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ BCCയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സ്പേസ് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ പാർട്ടിക്കിൾ കാണാൻ കഴിയുന്നുണ്ട് അവിടെ BCCയിൽ. അപ്പൊ BCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. ആരേക്കാൾ? പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ്. അപ്പൊ ഡെഫിനേഷനിലോട്ട് നോക്കുകയാണെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി ഇസ് ദി പെർസെന്റേജ്. എന്തിന്റെ പെർസെന്റേജ്? പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്പേസ്. ടോട്ടൽ സ്പേസിന്റെ പെർസെന്റേജ്. എന്ത് പെർസെന്റേജ്? പാർട്ടിക്കിൾ ഫില്ല് ചെയ്തിട്ടുള്ള ആ സ്പേസിന്റെ പെർസെന്റേജ്, അതാണ് പാക്കിംഗ് എഫിഷ്യൻസി. ഓക്കെ, പാക്കിംഗ് എഫിഷ്യൻസി ഇസ് ദി പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദ പാർട്ടിക്കിൾ. പാർട്ടിക്കിൾ ഇരിക്കുന്ന സ്പേസിന്റെ എത്ര സ്പേസിലാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത് അതിന്റെ പെർസെന്റേജ് ആണ് എന്ത്? പാക്കിംഗ് എഫിഷ്യൻസി. ഓക്കെ, സിമ്പിൾ ടോപ്പിക് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക് അഥവാ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസി പഠിക്കണം. അതിനുശേഷം നമുക്ക് BCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി പഠിക്കണം. അതിനുശേഷം നമുക്ക് FCCയിലെ എന്ത് പഠിക്കണം? പാക്കിംഗ് എഫിഷ്യൻസി പഠിക്കണം. ഓക്കെ, അപ്പൊ അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. എന്താണ് ആ ഇക്വേഷൻ? വോളിയം ഒക്യുപ്പൈഡ് ബൈ സ്ഫിയേഴ്സ് ഇൻ യൂണിറ്റ് സെൽ. അതായത് ഒരു യൂണിറ്റ് സെല്ലിൽ വോളിയം ഒക്യുപ്പൈഡ് ബൈ സ്ഫിയേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ആറ്റം, ഈ പാർട്ടിക്കിളിനൊക്കെ നമ്മൾ ഒരു സ്ഫിയറിന്റെ ഷേപ്പിലാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് പറയാണ്? ഈ
എന്ന് പറയുന്നതിന് പകരം സ്ഫിയർ എന്ന് പറയാം. വോളിയം ഒക്യുപ്പൈഡ് ബൈ സ്ഫിയർ ഇൻ എ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലില് എത്ര വോളിയം സ്ഫിയേഴ്സ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നു, എത്ര വോളിയം ആറ്റംസ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നു എന്നാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ വോളിയം ഒക്യുപ്പൈഡ് ബൈ സ്ഫിയർ ഇൻ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ, അതായത് ഡിവൈഡ് ബൈ ടോട്ടൽ ആ യൂണിറ്റ് സെല്ലിന്റെ ആ ഒരു ക്യൂബിന്റെ ടോട്ടൽ വോളിയം, ഓക്കെ, ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റു 100 ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പെർസെൻറ്റേജിൽ കിട്ടുള്ളൂ. അതിനാണ് നമ്മൾ ഇൻറ്റു 100 ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ മറന്നു പോയത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് അഥവാ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിലെ പാക്കിംഗ് എഫിഷ്യൻസിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മുന്നത്തെ സ്ലൈഡിൽ തന്നെ നമ്മൾ പറഞ്ഞു, സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 8 കോർണറിലും പാർട്ടിക്കിൾ ഉണ്ട് അല്ലേ, പക്ഷെ അതിൽ ഒരുപാട് സ്പേസ് ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സ്പേസിൽ മാത്രമേ, വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ എന്തുള്ളൂ, പാർട്ടിക്കിൾ ഉള്ളൂ. റൈറ്റ്, വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം, വളരെ കുറച്ച് സ്പേസിൽ മാത്രമേ എന്തുള്ളൂ, പാർട്ടിക്കിൾ നിറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പാക്കിംഗ് എഫിഷ്യൻസി കുറവായിരിക്കും. ഓക്കെ, അതെങ്ങനെ കുറവായിരിക്കും, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഫിഗറിലോട്ട് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ്, ഒരു സിമ്പിൾ ക്യൂബിക് ആണ് കാണുന്നത് അല്ലെ. അവിടെ എല്ലാ കോർണറിലും ഓരോ സ്ഫിയർ ഉണ്ട്, അത് 2 സ്ഫിയർ മാത്രമേ നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ എല്ലാ ഭാഗത്തും കൂടി ഒരുമിച്ച് നമ്മൾ കൺസിഡർ ചെയ്താൽ കൺഫ്യൂഷൻസ് കൂടും. നമ്മൾ 2 സ്ഫിയർ മാത്രം കൺസിഡർ ചെയ്യുക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം എ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ എന്ന് പറയുന്നത് എന്താ, എഡ്ജ് ലെങ്ത് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന്, ഈ ഒരു കോർണറിൽ നിന്ന്, യൂണിറ്റ് സെല്ലിന്റെ ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു കോർണറിലോട്ടുള്ള ആ ഒരു ലെങ്ത് ആണ് എ. അതായത് യൂണിറ്റ് സെല്ല് എന്താണ്, ക്യൂബിക് ആണ്. അപ്പോൾ എല്ലാ എഡ്ജ് ലെങ്ത്തും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. എല്ലാ എഡ്ജ് ലെങ്ത്തും എന്തായിരിക്കും, എ തന്നെ ആയിരിക്കും, സ്മോൾ ലെറ്റർ എ. അപ്പോൾ ഇവിടെ മുതൽ നിങ്ങൾക്ക് മൗസിന്റെ കഴ്സർ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ മുതൽ ഈ ക്യൂബിന്റെ ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു കോർണറിലോട്ട്, ഓക്കെ, ഈ ഒരു എഡ്ജിലോട്ടുള്ള ദൂരാണ് എന്ത്, സ്മോൾ ലെറ്റർ എ. ഓക്കെ, ഇനി ആ ഫിഗറിലോട്ട് നേരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ സ്ഫിയർ ഇരിക്കുന്നത് ഈ ഒരു കോർണറിലാണ്. അപ്പൊ സ്ഫിയറിന്റെ സെൻട്രൽ പോർഷൻ ഈ ഒരു കോർണറിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സ്ഫിയറിന്റെയും സെൻട്രൽ പോർഷൻ ഈ ഒരു കോർണറിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സ്ഫിയറിന്റെ സെൻട്രൽ നിന്ന് ഈ ഒരു അറ്റം വരെ എത്തുമ്പോഴേക്കും ആ സ്ഫിയറിന്റെ റേഡിയസ് അത്ര ദൂരമായിരിക്കും അല്ലെ, 6 ആണ് സ്ഫിയറിന്റെ റേഡിയസ്. ഇനി ഈ ഒരു സ്ഫിയറിന്റെ റേഡിയസും ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുവരെയൊക്കെ എത്തുമ്പോൾ ഈ ഒരു സ്ഫിയറിന്റെ റേഡിയസും, അപ്പൊ ടോട്ടല് 2r വരും. എ ഈക്വൽ ടു 2r വരും. അതായത് ഈ ഒരു എഡ്ജ് ലെങ്ത് എ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 2r ആണ്. എങ്ങനെ 2r വന്നത്, ഈ ഒരു സ്ഫിയറിന്റെ റേഡിയസും ഈ ഒരു സ്ഫിയറിന്റെ റേഡിയസും. ഓക്കെ, അപ്പൊ നമ്മുടെ പാർട്ടികൾ ഇങ്ങനെ 2 പാർട്ടിക്കിൾ, ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ ഇങ്ങനെ 2 പാർട്ടിക്കിൾ ഇരിക്കുകയാണ്. രണ്ടിന്റെയും 2r എന്താ എന്തിന് ഈക്വൽ ആയിരിക്കും, എക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാണ്. അവിടെ നമ്മൾ പറയാൻ പോകുന്നത്, അപ്പോൾ ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ കണ്ടെയ്ൻ ഓൺലി 1 ആറ്റം. ഓക്കെ, ഞാൻ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. അതായത് ഒരു സിമ്പിൾ ക്യൂബിക്കിൽ പറഞ്ഞാൽ 8 കോർണർ ഉണ്ട്, 8 കോർണറിലും പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, 8 കോർണറിലും പാർട്ടിക്കിൾ ഉണ്ട്. പക്ഷെ ഓരോ കോർണറിൽ നിന്നും നമുക്ക് കിട്ടുന്നത് എന്തേ ഉള്ളൂ, ഓരോ കോർണറിൽ നിന്നും നമുക്ക് കിട്ടുന്ന 1/8 കിട്ടുന്നുള്ളൂ. ലാസ്റ്റ് ക്ലാസ്സിൽ വളരെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമായിരുന്നു അല്ലെ. അപ്പൊ ഓരോ കോർണറിലും 1/8 കിട്ടുന്നുള്ളൂ. അങ്ങനെ 8 കോർണറിൽ നിന്നും കൂടി നമുക്ക് കിട്ടുന്നത് ആകെ ഒരു ആറ്റേ കിട്ടുള്ളൂ, ഒരു പാർട്ടിക്കിളേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ ആകെ എന്തേ ഉള്ളൂ, ഒരു ആറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ആറ്റം, ആ ഒരു പാർട്ടിക്കിളിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി ഒക്യുപ്പൈഡ് സ്പേസ് എന്ന് വെച്ചാൽ വോളിയം ഓഫ് ദി പാർട്ടിക്കിൾ ഈക്വൽ ടു 4/3 πr³. നമുക്കറിയാം സ്ഫിയറിന്റെ വോളിയം എന്താണ്, 4/3 πr³. ഇവിടെ ഈ ഒരു യൂണിറ്റ് സെല്ലിനകത്ത് ആകെ ഒരു ആറ്റേ ഉള്ളൂ. അപ്പോൾ ആകെയുള്ള വോളിയം, ആകെ പാർട്ടിക്കിൾ ഉള്ള വോളിയം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിന്റെ വോളിയം 4/3 πr³. ഓക്കെ, ആകെ ഒരു പാർട്ടിക്കിളേ ഉള്ളൂ, ആകെ ഒരു ആറ്റേ ഉള്ളൂ. ആ ഒരു ആറ്റത്തിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³. സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ നമുക്ക് ഒരു വോളിയം ഓഫ് യൂണിറ്റ് സെല്ല് കണ്ടുപിടിക്കണം. വോളിയം ഓഫ് യൂണിറ്റ് സെൽ, എന്തിനാ ഇതൊക്കെ വോളിയം ഓഫ് യൂണിറ്റ് സെൽ കണ്ടുപിടിക്കണം? നമ്മൾ തൊട്ട് മുന്നേ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പാക്കിംഗ് എഫിഷ്യൻസി കാണണമെങ്കിൽ വോളിയം ഒക്യുപ്പൈഡ് ബൈ സ്ഫിയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോൾ ഇതിന്റെ ന്യൂമറേറ്റർ ഭാഗം നമുക്ക് കിട്ടി, വോളിയം ഒക്യുപ്പൈഡ് ബൈ എ സ്ഫിയർ ഇൻ യൂണിറ്റ് സെൽ. അത് നമുക്ക് കിട്ടി, എന്താ കിട്ടി, 4/3 πr³ എന്ന് കിട്ടി. ഇനി ഡിനോമിനേറ്ററിലുള്ള ടേം എന്താ, ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ, അത് കണ്ടുപിടിക്കണം. അപ്പൊ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ക്യൂബാണ്, ഒരു ക്യൂബിന്റെ ഒരു എഡ്ജ് ലെങ്ത് എ ആണ് അല്ലെ. അപ്പൊ വോളിയം ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം ഓഫ് എ ക്യൂബ് പറഞ്ഞാൽ എ ക്യൂബ് ആയിരിക്കും. അതായത് എക്സിലും വൈയിലും സെഡിലും ഒക്കെ എ ഒരേ ഡയമെൻഷൻ അല്ലേ. അപ്പോൾ അത് എ ഇൻറ്റു എ ഇൻറ്റു എ, അതാണ് വോളിയം ഓഫ് എ
ക്യൂബ്. വോളിയം ഓഫ് എ യൂണിറ്റ് സെൽ ഈക്വൽ ടു എ ക്യൂബ്. അങ്ങനെയാണ് വോളിയം ഓഫ് എ യൂണിറ്റ് സെൽ ഈക്വൽ ടു എ ക്യൂബ് എന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ എ സ്മോൾ ലെറ്റർ എക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. എന്തായിരുന്നു? സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു 2r എന്ന് പഠിച്ചിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ കിട്ടുന്ന ഈ എ ക്യൂബിനെ നമ്മൾ 2r, എക്ക് പകരം എന്ത് എഴുതുക? 2r എന്ന് എഴുതാണ്. ഓക്കെ, എക്ക് പകരം 2r എന്ന് എഴുതാണ്. അപ്പൊ എന്ത് കിട്ടും? 2r ഹോൾ ക്യൂബ് എന്ന് കിട്ടും. എ ക്യൂബ് ഈക്വൽ ടു 2r ഹോൾ ക്യൂബ്. ഓക്കെ, 2r ഹോൾ ക്യൂബിനെ നമ്മൾ ഒന്നുകൂടി ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2 ക്യൂബ് ഈക്വൽ ടു 2 ക്യൂബ് 8 ആണ് അല്ലെ? 2 ക്യൂബ് 8ഉം r ക്യൂബ് തന്നെ. അപ്പൊ 2r ഹോൾ ക്യൂബ് ഈക്വൽ ടു എന്ത് കിട്ടും? 8r ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? വോളിയം ഓഫ് എ ആറ്റം അല്ലെങ്കിൽ വോളിയം ഓഫ് ഒക്യുപ്പൈഡ് സ്പേസ്, അതായത് അത് ഈക്വൽ ടു 4/3 πr ക്യൂബ് എന്ന് കിട്ടും. അതേപോലെ തന്നെ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഈക്വൽ ടു 8r ക്യൂബ് എന്നും കിട്ടി. ഇനി നമ്മൾ നേരെ നമ്മുടെ ഇക്വേഷനിലോട്ട് പോവുകയാണ്. പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു കണ്ട് നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത്? വോളിയം ഓഫ്, നമ്മൾ മുന്നേ പഠിച്ചെന്താ? വോളിയം ഒക്യുപ്പൈഡ് ബൈ സ്ഫിയർ എന്ന ബൈ വോളിയം ഓഫ് എ യൂണിറ്റ് സെൽ എന്നാണ് പഠിച്ചത്. പക്ഷേ ഇനി നമ്മൾ ആ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം വരുത്താണ്. കാരണം ഇവിടെ സിമ്പിൾ ക്യൂബിക് ആണ്, ഇവിടെ ആകെ 1 ആറ്റമുള്ളൂ. അപ്പൊ നമ്മൾ ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് വരുത്താണ്. എന്ത്? വോളിയം ഓഫ് 1 ആറ്റം അല്ലെങ്കിൽ വോളിയം ഓഫ് 1 സ്ഫിയർ എന്ന് എഴുതിയാലും മതി. ഓക്കെ, വോളിയം ഓഫ് 1 ആറ്റം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഓക്കെ, ഇൻറ്റു 100 ചെയ്യുന്നത് എന്തിനാ? പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ നമുക്ക് വോളിയം ഓഫ് 1 ആറ്റം എന്താണ്? 4/3 πr ക്യൂബ് ആണ്. ഡിനോമിനേറ്ററിൽ എന്ത് വരും? 8r ക്യൂബ് വരും. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്ന് തൊട്ട് മുന്നേ പറഞ്ഞു. 8r ക്യൂബ് വരും. ഈ മുകളിലെ r ക്യൂബും താഴത്തെ r ക്യൂബും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇവിടെ ആകെ വരിക പിന്നെ 4/24 ഇൻറ്റു പൈ അങ്ങനെയാണ് വരിക. അത് നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുക π/6 എന്ന് കിട്ടും. ഓക്കെ, π/6 ഇൻറ്റു 100 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 52.36%, അഥവാ അതിനെ നമുക്ക് 52.4% എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചത് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ എ സിമ്പിൾ ക്യൂബിക്. ഓക്കെ, പാക്കിംഗ് എഫിഷ്യൻസി ഇൻ എ സിമ്പിൾ ക്യൂബിക് ഈക്വൽ ടു എന്താ? 52.36% അല്ലെങ്കിൽ 52.4% എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ 8 ഭാഗത്തും 8 കോർണറിലും പാർട്ടിക്കിൾ ഉണ്ട് അല്ലെ? പാർട്ടിക്കിൾ 8 കോർണറിലുള്ള പാർട്ടിക്കിളിന്റെയും ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവര് ഈ 8 പാർട്ടിക്കിളും കൂടി ഇരിക്കുന്ന ഈ ഒരു യൂണിറ്റ് സെല്ലിന്റെ 52%ലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു യൂണിറ്റ് സെല്ലിന്റെ 52.4%ലാണ് മാത്രമേ എന്തുള്ളൂ? പാർട്ടിക്കിൾ ഉള്ളൂ. ബാക്കിയുള്ള പെർസെൻറ്റേജ് ഒക്കെ എന്താണ്? ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ സ്പേസ് ആണ്. ഓൺലി 52.4% മാത്രമേ എന്തുള്ളൂ? പാർട്ടിക്കിളിന്റെ പ്രസൻസ് ഉള്ളൂ. കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക് പഠിച്ചു. ഇനി പാക്കിംഗ് എഫിഷ്യൻസി ഇൻ ബോഡി സെന്റേർഡ് ആണ് പഠിക്കാൻ പോകുന്നത്. ബോഡി സെന്റേർഡ് നമുക്കറിയാം. ബോഡി സെന്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടാവും. അത് കൂടാതെ എന്തുണ്ടാവും? സെൻട്രലിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. ആ ഒരു യൂണിറ്റ് സെല്ലിന്റെ സെൻട്രലിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഫിഗറിലോട്ട് നോക്കിയാൽ ഈ ഫിഗർ വളരെ നേരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഫിഗർ കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഫിഗർ നന്നായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഫിഗറിൽ നിങ്ങൾ നേരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ഒരു ക്യൂബാണ്. അപ്പൊ ക്യൂബിന് 6 ഫേസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു ഫിഗറിലോട്ട് ശ്രദ്ധിക്കാം. അതിന്റെ സ്ക്രീനിന്റെ അടുത്തോട്ട്, നമ്മുടെ അടുത്തോട്ട് ഇരിക്കുന്ന ഒരു ഫേസ് ആണ് ഏത്? AHED. നേരെ ശ്രദ്ധിക്കാം. AH ഓരോ കോർണറിലും നെയിം ചെയ്തിട്ടുണ്ട്. AHED ആ ഒരു ഫേസ് ഫ്രണ്ടിലേക്ക് നമ്മളെ സ്ക്രീനിന്റെ അടുത്തോട്ട് ചേർന്നിരിക്കുന്ന ഒരു ഫേസ്. അതുകൂടാതെ ബാക്കിൽ, അതിന് നേരെ ഓപ്പോസിറ്റ് ബാക്കിൽ ഒരു ഫേസ് ഉണ്ട്. ഏതാണ് ഫേസ്? BGCF. BGFC. ഓക്കെ, BGFC ആ ബാക്കിൽ ഒരു ഫേസ് ഉണ്ട്. ഓക്കെ, ഈ 2 ഫേസും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഇതിന്റെ ഡെറിവേഷനിലോട്ട് പോവാണ്. പാക്കിംഗ് എഫിഷ്യൻസിന്റെ ഇക്വേഷൻ അതേപോലെ തന്നെയാണ്. വോളിയം ഒക്യുപ്പൈഡ് ബൈ 2 സ്ഫിയർ ഇൻ എ യൂണിറ്റ് സെൽ. എന്തുകൊണ്ട് അവിടെ 2 സ്ഫിയർ എന്ന് വന്നതെന്ന് അറിയോ? കാരണം ഇത് BCC ആണ്. BCC ആകുമ്പോൾ ഒരു യൂണിറ്റ് സെല്ലിനകത്ത് 2 സ്ഫിയർ മീൻസ് 2 പാർട്ടികൾ ഉണ്ടാവും. 2 സ്ഫിയർ എന്ന് പറയുന്നില്ല, 2 പാർട്ടികൾ ഉണ്ടാവും. കാരണം 8 കോർണറിൽ നിന്നും കൂടി നമുക്ക് ഒരു പാർട്ടികൾ കിട്ടും അല്ലെ? 8 കോർണറിൽ നിന്ന് നമുക്ക് ഒരു പാർട്ടിക്കിൾ കിട്ടും. അതുകൂടാതെ സെൻട്രലിൽ ഒരു കംപ്ലീറ്റ് ഒരു പാർട്ടിക്കിളും കിട്ടും. അപ്പൊ ടോട്ടൽ 2 പാർട്ടിക്കിൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഇക്വേഷൻ അങ്ങനെ എഴുതിയിട്ടുള്ളത്. വോളിയം ഒക്യുപ്പൈഡ് ബൈ 2 സ്ഫിയർ ഇൻ യൂണിറ്റ് സെൽ ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അതാണ് പാക്കിംഗ് എഫിഷ്യൻസി. ഇനി നമ്മൾ അതിന്റെ ഡെറിവേഷനിലോട്ട് പോവാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, എന്ത് പറഞ്ഞിരുന്നു? സിമ്പിൾ ക്യൂബിക്കിന്റെ പാക്കിംഗ് എഫിഷ്യൻസിനേക്കാൾ കൂടുതലായിരിക്കും ആർക്ക്? BCCയിൽ എന്ന് തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു. ഇനി അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അത് എങ്ങനെ കിട്ടിയെന്ന് പറയാൻ പോവാണ്.
ഓക്കെ, അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക. ആ ഒരു ഫിഗറിലോട്ട് നല്ല ഡീപ്പായിട്ട് ശ്രദ്ധിക്കണം. ഫിഗറിന്റെ ഒരു ഫ്രണ്ട് ഫേസും ഉണ്ട്, ബാക്ക് ഫേസും ഉണ്ട്. 2 ഫേസ് മാത്രമല്ല ഉള്ളത്. ഒരു ക്യൂബ് ആകുമ്പോൾ 6 ഫേസ് ഉണ്ട് അല്ലെ? ഫ്രണ്ടിലും ബാക്കിലും ലെഫ്റ്റിലും റൈറ്റിലും ടോപ്പിലും ബോട്ടം ഒക്കെ ആയിട്ട് 6 ഫേസ് ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ആ ഫ്രണ്ട് ഫേസും ബാക്ക് ഫേസും വളരെ വൃത്തിക്ക് മനസ്സിലാക്കണം. അതായത് ഫ്രണ്ട് ഏതാണ്, നമ്മുടെ സ്ക്രീനിനോട്ട് അടുത്തിരിക്കുന്ന ആ ഒരു ഫേസ് ഏതാണ്? AHED. ഓക്കെ, ബാക്കിൽ അതിന്റെ തൊട്ട് നേരെ ഓപ്പോസിറ്റിൽ, അതായത് അതിന്റെ നേരെ ബാക്കിലുള്ള ഫേസ് ഏതാണ്? BGFC. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇത് ഡിറൈവ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ട്രയാങ്കിൾ EFDയിലോട്ട് നേരെ നോക്കിയേ. ഇ പറയുന്നത് ഇതാ ഈ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഫ്രണ്ട് ഫേസ്, നമ്മുടെ സ്ക്രീനോട്ട് അടുത്ത് ചേർന്നിരിക്കുന്ന ഫേസ് എഫ് അതിന്റെ നേരെ പുറകില് ബാക്ക് ഫേസിൽ ഡി ഏത് ഭാഗത്താ? ഫ്രണ്ട് ഫേസിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫിഗർ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ നേരെ കയറ്റണം. EFD. ഓക്കെ, EFDയിൽ നേരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതില് ഇയിൽ നിന്ന് എഫിലോട്ടുള്ള ആ ഒരു ഇതെന്താണ്? ലെങ്ത്. അത് ഒരു എഡ്ജ് ലെങ്ത് ആണ് അല്ലെ? ഒരു ക്യൂബിന്റെ ഒരു എഡ്ജ് ലെങ്ത് അല്ലെ? അപ്പൊ ഞാൻ അവിടെ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇയിൽ നിന്ന് ഡിയിലോട്ടുള്ള ദൂരം അതെന്താണ്? ഒരു എഡ്ജ് ലെങ്ത് ആണ്. അപ്പൊ അവിടെ ഞാൻ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എഫിൽ നിന്ന് ഡിയിലോട്ടുള്ള ദൂരം നേരെ വളരെ ശ്രദ്ധയോടെ നോക്കണം. എഫിൽ നിന്ന് ഡിയിലോട്ടുള്ള ദൂരം എന്തല്ല? എഡ്ജ് ലെങ്ത് അല്ല. കാരണം എന്താ? എഫ് ബാക്കിലെ ഫേസ് ആണ്. എഫ് ബാക്കിലെ ഫേസിലെ ഒരു കോർണർ ആണ് എഫ്. എന്നാൽ ഡി എന്ന് പറയുന്നത് ഫ്രണ്ട് ഫേസിലെ ഒരു കോർണർ ആണ്. അപ്പൊ ഒരു ഡയഗണലാണ് അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നത് അല്ലെ? അല്ലാതെ എന്തല്ല? ഒരു എഡ്ജ് ലെങ്ത് അല്ല. അപ്പൊ അതിനെ ഞാൻ എന്ത് ഇട്ടു? അതിനെ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? B² = A² + A² എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. കാരണം എന്താ? പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾഡ് ആണ് അല്ലെ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? EFD എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ B² = A² + A² എന്ന് നമുക്ക് പറയാം. അപ്പോൾ B² = A² + A² എന്ന് പറഞ്ഞാൽ എന്താണ്? A² + A² = 2A². അപ്പൊ അതിൽ നിന്ന് എനിക്ക് റിലേഷൻ കിട്ടി, B = √2A എന്ന് കിട്ടി. √2A എന്ന് കിട്ടി. ഓക്കെ, അതെങ്ങനെ കിട്ടുക നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. B² = 2A² ആണെങ്കിൽ രണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും റൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ B² മുകളിൽ റൂട്ട് ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? ആ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോയിട്ട് വെറും B ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ 2A² അവിടെയും ഹോൾ നമ്മൾ എന്ത് റൂട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? 2ന് ആ റൂട്ട് 2 വരും. A² എന്ത് ചെയ്യും? ആ സ്ക്വയറും റൂട്ടും കട്ടായി പോയി അവിടെ A എന്ന് വരും. അപ്പൊ B = √2A എന്ന് കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ ആ ഒരു റിലേഷൻ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഈ ട്രയാങ്കിൾ AFDയിലോട്ട് നോക്കൂ. AFD വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. AFD. എ എന്ന് പറയുന്നത് ഏത് കോർണറാണ്? എ എന്ന് പറയുന്നത് ഫ്രണ്ട് ഫേസിലെ കോർണറാണ്. നമ്മുടെ ഫ്രണ്ട് ഫേസിലെ കോർണർ പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനിനോട് അടുത്തിരിക്കണ ആ ഒരു ഫേസ്. ഓക്കെ, ഇനി എഫ് എന്ന് പറയുന്ന കോർണർ ഏതാ കോർണർ? എഫ് നേരെ ബാക്കിലെ ഫേസ് ആണ് അല്ലെ? ബാക്കിലെ ഫേസിലെ താഴെയുള്ള കോർണറാണ് എഫ്. ഡി എന്ന് പറയുന്നത് ഏത് കോർണറാണ്? ഡി എന്ന് പറയുന്നത് ഫ്രണ്ടിലെ നമ്മുടെ സ്ക്രീനിന്റെ അടുത്തോട് ചേർന്നിരിക്കുന്ന ഫേസിലെ ഡിയിലെ ആ ഒരു കോർണറാണ് ഡി. അപ്പൊ AFD എന്ന് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എ നമ്മുടെ സ്ക്രീനിന് അടുത്തുള്ള ഫേസിലാണ് എ ഇരിക്കുന്നത്. പിന്നെ എഫ് ഇരിക്കുന്നത് എവിടെയാണ്? എഫ് ബാക്ക് ഫേസിലാണ്. അപ്പൊ ഇവിടുന്ന് അതിന്റെ ബോഡി ഡയഗണിലൂടെയാണ് പോകുന്നത്. ആ ബോഡിയുടെ സെന്ററിലൂടെ പോകുന്നത്, ആ ഒരു ക്യൂബിന്റെ സെന്ററിലൂടെയാണ് പോകുന്നത്. എഫിലേക്ക് എത്തി എഫ്. എന്നിട്ട് വീണ്ടും തിരിച്ചു വരുന്നത് AFD. ഡി എവിടെ? ഡി ഫ്രണ്ട് ഫേസിലാണ്. ഡി വീണ്ടും നമ്മളെ ഫ്രണ്ട് ഫേസിലോട്ട് വരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ട്രയാങ്കിൾ പാസ് ചെയ്യുന്നത് ഏതിൽ കൂടെയാണ്? ആ ഒരു യൂണിറ്റ് സെല്ലിന്റെ സെന്ററിലൂടെയാണ്. അതിന്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ക്യൂബിന്റെ നടുവിലൂടെയാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഫിഗറിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എ ഇവിടെ വരും. എഫ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ കഴിയില്ല, കാരണം എഫ് ഇതിന്റെ പുറകിലെ വരിക. ദെൻ ഡി ഇവിടെയും വരും. ഓക്കെ, അപ്പൊ AFD എന്ന് പറയുമ്പോൾ എഫ് ഇതിന്റെ പുറകിലാണ്. AFD. അപ്പൊ ആ ഒരു വലിയൊരു പാർട്ടിക്കിൾ കാണുന്നില്ല സെൻട്രൽ? BCC ആകുമ്പോൾ സെൻട്രൽ ഒരു വലിയൊരു പാർട്ടിക്കിൾ ഉണ്ടാവും. വലിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നില്ല, ഒരു പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ AFD അത് എന്ത് ചെയ്യും? ആ യൂണിറ്റ് സെല്ലിന്റെ സെൻട്രലിലൂടെയാണ് പോകുന്നത്. ഓക്കെ, അത് നല്ലോണം ഇമാജിൻ ചെയ്യാം. ഇനി എനിക്ക് പറയാൻ കഴിയും, ഈ എയിൽ നിന്ന് എഫിലോട്ട് പോകുന്ന ദൂരത്തിന്, ആ ഒരു സെൻട്രലിൽ കൂടെ, ആ ഒരു ബോഡി ഡയഗണിലൂടെ പോകുന്ന ആ ഒരു ലൈനിനെ ഞാൻ C എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ലൈൻ C² = A² + B² എന്ന് പറയാൻ കഴിയും. അതായത് C² എന്ന് പറഞ്ഞാൽ ഈ എയിൽ നിന്ന് എഫിലോട്ടുള്ള ദൂരം.
ഓക്കെ, എയിൽ നിന്ന് എഫിലോട്ടുള്ള ദൂരം. എഫ് പുറകിലെ ഫേസിലാണ്, ബാക്ക് ഫേസിലാണ് എഫ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ബോഡി ഡയഗണിലൂടെ, ആ ബോഡിയുടെ സെന്ററിലൂടെ പോകുന്ന ലൈനാണ് എന്ത്, ഈ സി എന്ന് പറയുന്നത്. അതായത് എയിൽ നിന്ന് എഫിലോട്ട് പോകുന്ന ലൈൻ. ഓക്കെ, അപ്പൊ സി സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയാൻ കഴിയും? എന്തായാലും പറയാൻ കഴിയും. കാരണം ബി എന്ന് പറയുന്നത് എന്താ, ബി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് √2a ആണ്. ഓക്കെ, അപ്പൊ ബിയും ഇതാണ് എ. ഈ എന്ന് ഡിയിലേക്ക് പോകുന്ന ഈ ഒരു ലൈനാണ് എന്ത്, എഡ്ജ് ലെങ്ത്, സ്മോൾ ലെറ്റർ എ. ദെൻ എഫിൽ നിന്ന് ഡിയിലോട്ട് പോകുന്ന ഈ ഒരു ലൈനാണ് എന്ത്, സ്മോൾ ലെറ്റർ ബി. ദെൻ എയിൽ നിന്ന് എഫിലോട്ട് പോകുന്ന ഈ ഒരു ലൈനാണ് എന്ത്, ബോഡി ഡയഗണിലൂടെ ഉള്ളിലൂടെ പോകുന്ന ലൈനാണ് എന്ത്, സി. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു റിലേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പറ്റും. കാരണം ഇവിടെയും എന്താ വരുന്നത്, പൈത്തഗോറസ് തിയറം തന്നെയാണ് വരുന്നത്. ഈ ഒരു എ ഡി എഫ് എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ആ ഒരു എ എഫ് എന്ന് പറയുന്ന സൈഡ്. അതായത് സി എന്ന് പറയുന്ന ലൈൻ എന്താണ്, അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ കഴിയും സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയാൻ കഴിയും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എ പ്ലസ് 2a സ്ക്വയർ ഈക്വൽ ടു 3a സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. അത് എന്താണെന്ന് മനസ്സിലായോ? അതെന്താന്ന് വെച്ചാൽ ഇവിടെ എ സ്ക്വയർ, ഓക്കെ, നമ്മൾ ഈ ഒരു സൈഡാണ്, ഈ ഒരു സൈഡാണ് എന്ത്, സ്മോൾ ലെറ്റർ എ. ഓക്കെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ സ്ഥലത്താണ് ഞാൻ എന്ത് എഴുതിയിട്ടുള്ളത്, 2a സ്ക്വയർ എന്ന് എഴുതിയത്. ബി സ്ക്വയറിന്റെ സ്ഥലത്താണ് ഞാൻ എന്ത് എഴുതിയത്, 2a സ്ക്വയർ എന്ന് എഴുതിയത്. അതെങ്ങനെ കിട്ടി? ബി സ്ക്വയർ ഈക്വൽ ടു 2a സ്ക്വയർ എന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ബി സ്ക്വയറിന്റെ സ്ഥലത്ത് എന്ത് എഴുതി, 2a സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും, 3a സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, സി സ്ക്വയർ ഈക്വൽ ടു 3a സ്ക്വയർ എന്ന് കിട്ടി. അത് ഇവിടുന്ന് വന്നാൽ സി സ്ക്വയർ ഈക്വൽ ടു 3a സ്ക്വയർ എന്ന് കിട്ടി. അതിൽ നമുക്ക് എന്ത് കിട്ടി, സി ഈക്വൽ ടു √3a എന്നും കിട്ടി. ഓക്കെ, അപ്പൊ ഈ രണ്ട് റിലേഷൻ കിട്ടിയത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഡെറിവേഷൻ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഈ രണ്ട് റിലേഷൻ എങ്ങനെ കിട്ടിയെന്ന് വളരെ കെയർഫുൾ ആയി ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ അടുത്ത് ആ ഒരു ഫിഗർ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ പെർസെന്റേജ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഇക്വേഷൻ അറിയാം, പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു വോളിയം occupied by 2 sphere അല്ലെ, 2 സ്ഫിയർ ഉണ്ട്, കാരണം BCC ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അതാണ് ഇത് പാക്കിംഗ് എഫിഷ്യൻസി BCCയിൽ പാക്കിംഗ് എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ അതിലേക്ക് വേണ്ടപ്പോ B ഈക്വൽ ടു √2a എന്നും നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ C ഈക്വൽ ടു √3a എന്നും കണ്ടുപിടിച്ചു. ഇനി അതൊന്ന് വായിച്ചു നോക്കിയേ. ടെക്സ്റ്റ് ബുക്കിലെ ഒരു സ്ക്രീൻഷോട്ട് ആണ് ഈ കാണുന്നത്. ദ ലെങ്ത് ഓഫ് ബോഡി ഡയഗണൽ C ഈസ് ഈക്വൽ ടു 4r. ഈ കാണുന്ന C നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സ്ലൈഡിലുള്ള അതേ ഫിഗർ തന്നെയാണ്. സി എന്ന് പറയുന്ന ലൈൻ എന്താ, എയിൽ നിന്ന് എഫിലോട്ട് പോകുന്ന ലൈനാണ്. എ എന്ന് പറയുന്നത് ഫ്രണ്ട് ഫേസിലാണ്, എഫ് എന്ന് പറയുന്നത് ബാക്ക് ഫേസിലാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എയിൽ നിന്ന് എഫിലോട്ട് പോകുക പറഞ്ഞാൽ ആ ഒരു ബോഡിയുടെ ഡയഗണലിലൂടെയാണ് പോകുന്നത്. അപ്പൊ അവിടെ ആ ഒരു സി എന്ന് പറയുന്ന ആ ലൈൻ ഇല്ലേ, സി എന്ന് പറയുന്ന ലൈന് നമുക്ക് 4r ഈക്വൽ ആണെന്ന് അറിയും. 4r, അതായത് എങ്ങനെ 4r വരുന്നത്, ഈ എ എന്ന് പറയുന്ന ഈ കോർണറിൽ ഇരിക്കുന്ന പാർട്ടിക്കിളിന്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ട് ബാക്കിൽ, ഇതാണ് സ്ക്രീനിന്റെ അടുത്ത്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അവിടുന്ന് ഇറങ്ങുന്ന ഒരു ആർ. ഓക്കെ, ദെൻ പിന്നെ ആ ഒരു ബോഡി സെന്ററിന്റെ ഉള്ളിൽ കൂടെ പോകുന്നത്, അതായത് വെച്ചാൽ അവിടെ ഒരു പാർട്ടിക്കിൾ കംപ്ലീറ്റ് ഉണ്ട്. ആ ഒരു പാർട്ടിക്കിളിന്റെ കംപ്ലീറ്റ് ഉള്ളിൽ കൂടെ പോകുമ്പോൾ അവിടെ 2r വരും. ഓക്കെ, ദെൻ അടുത്ത കോർണർ എഫ് എന്ന് പറയുന്ന കോർണറിലോട്ട് പോകുമ്പോൾ എഫ് എന്ന് പറയുന്ന കോർണറിലും ഒരു r വരും. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് 4r വരും. എ എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ ഒരു ആറും വരും, അതുപോലെ സെൻട്രലിൽ ഇരിക്കുന്ന പാർട്ടിക്കിളിന്റെ 2r വരും, അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ ഒരു r വരും. അങ്ങനെ ടോട്ടൽ 4r വരും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എഫ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഒരു ലൈൻ വരച്ചാൽ അത് എന്തിന് ഈക്വൽ ആവും, 4r ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദ ലെങ്ത് ഓഫ് ദ ബോഡി ഡയഗണൽ C is equal to 4r, where r is the radius of sphere, as all the 3 spheres along the diagonal touch each other. Therefore √3a equal to 4r. നമ്മൾ C equal to √3 എന്ന് പഠിച്ചില്ലേ കുറച്ച് മുന്നേ. C equal to √3 ഇവിടെ കാണുന്ന റിലേഷൻ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം. ആ C equal to √3a equal to 4r. ഓക്കെ, ഇതെന്താ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ √3a equal to 4r എന്ന് നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമുക്ക് a equal to റിലേഷൻ കിട്ടും. a equal to എന്ത് കിട്ടും, 4r by √3 കിട്ടും. അതിൽ നിന്ന് നമുക്ക് r ഒരു റിലേഷൻ കിട്ടും, r equal to √3a by 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഡെറിവേഷൻ കംപ്ലീറ്റ്, അതായത് സിമ്പിൾ ക്യൂബിക്കിന്റെയും BCCയുടെയും FCCയുടെയും മൂന്നെണ്ണത്തിന്റെയും ഡെറിവേഷൻ കംപ്ലീറ്റ് പഠിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഈ റിലേഷൻ പഠിക്കണം. എന്ത്, എഡ്ജ് ലെങ്ത്തും
ആ ഒരു ആറ്റത്തിന്റെ റേഡിയസും എയും ആറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പഠിക്കണം. മുന്നേ പഠിച്ച സിമ്പിൾ ക്യൂബ്, അവിടെ എങ്ങനെയാണ് റിലേഷൻ വന്ന് എ ഈക്വൽ ടു 2r വന്നത്. ഇവിടെ എങ്ങനെയാണ് റിലേഷൻ വന്ന് √3a ഈക്വൽ ടു 4r വന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഈ പാക്കിംഗ് എഫിഷ്യൻസി പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് ആണ് പാക്കിംഗ് എഫിഷ്യൻസി എന്നുള്ളതും എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം. ഈ ഡെറിവേഷൻ നമ്മൾ മനസ്സിലാക്കും വേണം കേട്ടോ. ഡെറിവേഷൻ ചോദിക്കാറൊന്നുമില്ല, എങ്കിൽ തന്നെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എങ്ങനെ ഡിറൈവ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എ ഈക്വൽ ടു 4r/√3 എന്നുള്ള റിലേഷനും കിട്ടി. അതേപോലെ r ഈക്വൽ ടു √3/4a, അത് ആ റിലേഷനിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് r ഈക്വൽ ടു √3/4a എന്ന് കിട്ടുന്നതാണ്. ദെൻ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമില്ല, പാക്കിംഗ് എഫിഷ്യൻസി നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, വോളിയം ഒക്യുപൈഡ് ബൈ 2 സ്ഫിയേഴ്സ് ഇൻ യൂണിറ്റ് സെൽ. കാരണം ഒരു BCC എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു BCC എന്ന് പറയുന്ന യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിൽ 2 പാർട്ടികൾ ഉണ്ട് അല്ലേ, 2 പാർട്ടികൾ ഉണ്ട്. ടോട്ടൽ 2 പാർട്ടികൾ വരും. എങ്ങനെ 2 പാർട്ടികൾ വരാം? ഒന്ന് സെൻട്രൽ ഒരു പാർട്ടികൾ, സെൻട്രൽ ഒന്ന് വരും. പിന്നെ എല്ലാ കോർണറിൽ നിന്നും കൂടി നമുക്ക് ഒരു പാർട്ടികൾ കിട്ടും. എല്ലാ കോർണറിൽ നിന്നും കൂടി കൂട്ടിയാൽ നമുക്ക് ഒരു പാർട്ടികൾ കിട്ടും. അപ്പൊ ടോട്ടൽ 2 പാർട്ടികൾ. ഈ 2 പാർട്ടികളുടെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? 2 × 4/3πr³. മുന്നേ നമ്മൾ സിമ്പിൾ ക്യൂബിക്ക് പഠിക്കുമ്പോൾ ആകെ അവിടെ ഒരു പാർട്ടിക്കിൾ അവിടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 4/3πr³ മാത്രം എഴുതി. ഇവിടെ അങ്ങനെയല്ല, അവിടെ BCC ആണ്, ഇവിടെ 2 പാർട്ടികൾ ഉണ്ട്. അപ്പൊ നമ്മൾ വോളിയം എഴുതുമ്പോൾ 2 × 4/3πr³ എന്ന് എഴുതും ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ ഇതാ 4/√3 എന്ന് കിട്ടിയത്. അതെങ്ങനെ കിട്ടിയത്? നമുക്കറിയാം വോളിയം ഓഫ് എ യൂണിറ്റ് സെൽ, ടോട്ടൽ വോളിയം ഓഫ് എ യൂണിറ്റ് സെൽ പറഞ്ഞതാണ് a³ ആണ് അല്ലെ, a³ ആണ്. ആ എക്ക് പകരം നമ്മൾ ആറിലുള്ള റിലേഷൻ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടുപിടിച്ചു, a ഈക്വൽ ടു 4r/√3 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 4r/√3 എഴുതണം. ഓക്കെ, അങ്ങനെയാണ് ഈ റിലേഷൻ കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 68% പാക്കിംഗ് എഫിഷ്യൻസി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ സിമ്പിൾ ക്യൂബിക് ആകുമ്പോൾ നമ്മൾ പഠിച്ചത് എന്താ? 52.36% ആയിരുന്നു അല്ലെ. അതിനെ 52.4% എന്നും പറയാം. എന്നാൽ BCCയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 68% പാക്കിംഗ് എഫിഷ്യൻസി ഉണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു പാർട്ടിക്കിളിന്റെ ഉള്ളിൽ സ്പേസ് കുറഞ്ഞു, ഒരു യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിൽ സ്പേസ് കുറഞ്ഞു. BCCയിലോട്ട് വരുമ്പോൾ BCC എന്ന് പറയുന്ന ബോഡി സെന്റർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിൽ സ്പേസ് കുറവാ. അവിടെ 68% പാർട്ടിക്കിളാണ് നിറഞ്ഞിരിക്കുന്നത്. ബാക്കി എത്ര? 32% മാത്രമേ ഉള്ളൂ സ്പേസ് ഉള്ളൂ. എവിടെ? BCCയിലോട്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് FCC അല്ലെങ്കിൽ നമുക്ക് HCP അല്ലെങ്കിൽ CCP എന്നൊക്കെ പറയാം. അതിലോട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയും എന്താണ് HCP, എന്താണ് CCP. ചുരുക്കം ഇപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. FCC തന്നെയാണ് എന്ത്, ഈ CCPയും HCP എന്നൊക്കെ കണ്ടാൽ എന്താ? FCC തന്നെയാണ്, അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, പാക്കിംഗ് എഫിഷ്യൻസി ഇൻ HCP ആൻഡ് CCP സ്ട്രക്ചർ. ഓക്കെ, എന്താണ് HCP, എന്താണ് CCP എന്നൊക്കെ ഞാൻ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കാം, ഇത് എന്തിന് തുല്യമാണ്? FCCക്ക് തുല്യമാണ്. അപ്പൊ FCC പറഞ്ഞാൽ നമുക്കറിയാം എന്താ? FCC എന്താണ്? ഫേസ് സെന്റർഡ് ക്യൂബിക്. എല്ലാ കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടാവും. അത് കൂടാതെ എല്ലാ ഫേസിലും പാർട്ടിക്കിൾ ഉണ്ടാവും. എല്ലാ ഫേസിലും പാർട്ടിക്കിൾ പറഞ്ഞാൽ നമുക്ക് 6 ഫേസ് ഉണ്ട് അല്ലെ. FCC 6 ഫേസ് ഉണ്ട്. ഫ്രണ്ടിലുണ്ട്, ബാക്കിലുണ്ട്, ലെഫ്റ്റിലുണ്ട്, റൈറ്റിലുണ്ട്, ടോപ്പിലുണ്ട്, ബോട്ടത്തിലുണ്ട്. എല്ലാ ഫേസിൽ ഓരോ പാർട്ടിക്കിൾ ഉണ്ട് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഫേസിൽ നിന്ന് ഹാഫാ കിട്ടുള്ളൂ, ഒരു ഫേസിൽ നിന്ന് ഹാഫ് പാർട്ടിക്കിളാ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ടോട്ടൽ ഈ 6 ഫേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫേസിൽ നിന്ന് 3 പാർട്ടിക്കിൾ കിട്ടും. എല്ലാ കോർണറിൽ നിന്നും 8 കോർണറിൽ നിന്നും കൂടിയിട്ട് ഒരു പാർട്ടിക്കിൾ കിട്ടും. അങ്ങനെ ടോട്ടൽ 4 പാർട്ടിക്കിൾ ആണ് എവിടെ ഉണ്ടാവുക? ഒരു FCC യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോൾ ഇവിടെയും നിങ്ങൾ ഫിഗർ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെയും ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മുടെ സ്ക്രീനിനോട് ചേർന്നിരിക്കുന്ന ഫേസിൽ AHED ഓക്കെ, AHED ഒരു ഫേസ് കാണുന്നുണ്ട്. അതേപോലെ ബാക്കിൽ ഒരു ഫേസ് കാണുന്നുണ്ട്, ഏത്? BGFC എന്ന് പറയുന്ന ഒരു ഫേസ് കാണുന്നുണ്ട്. അതുപോലെ ഒരു സൈഡിൽ ഒരു മഞ്ഞ സ്ഫിയേഴ്സ് കാണിച്ചിരിക്കുന്ന ആ ഒരു ഫേസിലാണ് നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആ മഞ്ഞ സ്ഫിയേഴ്സ് കാണിച്ചിരിക്കുന്ന ആ ഫേസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏതൊക്കെ? BADC എന്ന് പറയുന്ന ഫേസ്. ആ ഒരു 4 കോർണർ BADC. അപ്പൊ അതൊരു ഫേസ് ആണ്, ഒരു ക്യൂബിന്റെ ഒരു ഫേസ് ആണ് ആ കാണുന്ന BADC. ആ ഒരു ഫേസിലാണ് ഇനി നമ്മൾ ഈ ഒരു ഡെറിവേഷൻ പഠിക്കുമ്പോൾ ആ ഒരു ഫേസിലോട്ട് നന്നായി ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിവിടെ ഈ ഒരു ഫിഗറിൽ 3 സ്ഫിയർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ 3 സ്ഫിയർ മാത്രമേ ഉള്ളൂ എന്നല്ല, അങ്ങനെ അർത്ഥമല്ല. നമ്മളിത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 സ്ഫിയർ മാത്രമേ വരച്ചുള്ളൂ മാത്രം. കറക്റ്റ് ഒരു FCC എന്ന് പറഞ്ഞാൽ എല്ലാ കോർണറിലും 8 കോർണറിലും പാർട്ടിക്കിളിന്റെ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ഫേസിലും പാർട്ടിക്കിളിന്റെ പ്രസൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി സുഖമായിട്ട് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് മാത്രം വരച്ചിട്ടുള്ളൂ എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം, ആ ഒരു ഫിഗറിലോട്ട് നോക്കിയേ. എ എന്ന് പറയുന്ന പോയിന്റ് എവിടെ ഇരിക്കുന്നത്?
ഈ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഈ സ്ക്രീനോട് അടുത്തിരിക്കുന്ന ഫേസിന്റെ ഒരു കോർണറാണ് എ. ഓക്കെ, എന്നിട്ട് പിന്നെ സി എന്ന് പറയുന്നതോ, സി എന്ന് പറയുന്നത് ബാക്കിലോട്ടാണ് അല്ലെ, ആ ഒരു സ്ക്രീനിന്റെ സോറി ആ ഒരു ക്യൂബിന്റെ ബാക്കിലുള്ള ഒരു കോർണറാണ് എന്ത് സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്രണ്ടിൽ നിന്ന് ഇപ്പൊ എല്ലാം നടക്കുന്നത് ഒറ്റ ഫേസിലാണ് നടക്കുന്നത്, ബി എ ഡി സി എന്ന് പറഞ്ഞ ഒറ്റ ഫേസിലാണ് നടക്കുന്നത്. അപ്പൊ എയിൽ നിന്ന് സിയിലോട്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ, എയിൽ നിന്ന് സിയിലോട്ട് ഒരു ലൈൻ വരച്ചു. ആ ലൈനിനെ ഞാൻ എന്ത് വിളിക്കാണ്, ബി എന്ന് വിളിക്കാണ്. ആ ലൈനിനെ എന്ത് വിളിക്കുക, ബി എന്ന് വിളിക്കാണ്. ഓക്കെ, അത് എഡ്ജ് ലെങ്ത് ആണോ? ഒരിക്കലും അല്ല. എയിൽ നിന്ന് സിയിലോട്ട് പോകുന്നത് ഒരിക്കലും എന്തല്ല, എഡ്ജ് ലെങ്ത് അല്ല. എഡ്ജ് ലെങ്ത് എ ആണ് അല്ലെ, എഡ്ജ് ലെങ്ത് അല്ല ഏത്, എയിൽ നിന്ന് സിയിലോട്ട് പോകുന്നത്. എയിൽ നിന്ന് ഡിയിലോട്ട് പോകുന്നത് എന്താണ്, എ ടു ഡി എന്താണ്, എഡ്ജ് ലെങ്ത് ആണ്. അതേപോലെ ഡി ടു സി എന്താണ്, എഡ്ജ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയിലോട്ട് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എ ബി സിയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എ സി എന്ന് പറയുന്ന ഒരു ലൈൻ കാണാൻ കഴിയും. എ സി, എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് സിയിലോട്ടുള്ള ഒരു പോയിന്റ്. ഓക്കെ, എ സി സ്ക്വയർ ഈക്വൽ ടു എനിക്ക് എന്ത് പറയാൻ പറ്റും, ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് പറയാൻ പറ്റുമോ? പറ്റും. കാരണം എ സി എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇവിടെ എ ടു ബി എന്ന് പറയുന്നത് ഒരു എഡ്ജ് ലെങ്ത് ആണ്, സ്മോൾ ലെറ്റർ എ. അതേപോലെ തന്നെ ബി ടു സി എന്ന് പറയുന്നത് ഒരു എഡ്ജ് ലെങ്ത് ആണ്, സ്മോൾ ലെറ്റർ എ. എ ടു സി എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് തന്നെ കിട്ടും. ഓക്കെ, ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അതിൽ നിന്ന് ബി ഈക്വൽ ടു റൂട്ട് ടു എ. ഈ ബി ട്ടോ, സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത് ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ ഒരു സി എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ദൂരം, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത്. ഓക്കെ, സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ടുള്ള ദൂരം, എഡ്ജ് ലെങ്ത്. അതേപോലെ തന്നെ ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ദൂരം, എഡ്ജ് ലെങ്ത്. അതാണ് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അഥവാ ബി സ്ക്വയർ ഈക്വൽ ടു 2a സ്ക്വയർ എന്ന് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ബി ഈക്വൽ ടു റൂട്ട് 2a എന്ന് കിട്ടും. ബി ഈക്വൽ ടു എന്ത് കിട്ടും, റൂട്ട് 2a എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബി എന്ന് പറയുന്ന ആ ഒരു ലൈന്, ഏതാ ലൈന്, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സി എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ആ ഒരു ലൈനാണ് ബി എന്ന് പറയുന്ന ലൈൻ. ആ ഒരു ബി എന്ന് പറയുന്ന ലൈനിൽ എത്ര റേഡിയസ്, എത്ര ആറ് വരുന്നുണ്ട് എന്ന് നോക്കാം. അപ്പൊ ശ്രദ്ധിക്കാം, എന്റെ ഒരു ആറ് കിട്ടില്ലേ, ബിയിൽ നിന്ന് 2 ആറ് കിട്ടും, പിന്നെ സിയിൽ നിന്ന് ഒരു ആറും കിട്ടും. അപ്പൊ ടോട്ടൽ 4 ആറ് കിട്ടും അല്ലെ. ബി ഈക്വൽ ടു എന്ത് കിട്ടും, 4 ആറ് എന്ന് കിട്ടും. ബി ഈക്വൽ ടു 4 ആറ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ബി ഈക്വൽ ടു 4 ആർ എന്ന് ഇപ്പൊ കിട്ടി. നേരത്തെ പറഞ്ഞു ബി ഈക്വൽ ടു റൂട്ട് 2a എന്നും പറഞ്ഞു. അപ്പൊ അതിനെ നമുക്ക് ഒരുമിച്ച് എഴുതാം, ബി ഈക്വൽ ടു 4 ആർ ഈക്വൽ ടു റൂട്ട് 2a. അതിൽ നിന്ന് എക്കും ആറിനും ഒരു റിലേഷൻ ഉണ്ടാക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അതിൽ നിന്ന് എക്കും ആറിനും ഒരു റിലേഷൻ ഉണ്ടാക്കണം. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് എ ഈക്വൽ ടു 2 റൂട്ട് 2 ആർ എന്ന് കിട്ടും. എ ഈക്വൽ ടു 2 റൂട്ട് 2 ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എ ഈക്വൽ ടു 2 റൂട്ട് 2 ആർ എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി ആണ്. പാക്കിംഗ് എഫിഷ്യൻസിന്റെ പെർസെന്റേജ് കാണാനുള്ള ഇക്വേഷൻ ആണിത്. പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു വോളിയം occupied ബൈ 4 സ്ഫിയേഴ്സ് ഇൻ എ യൂണിറ്റ് സെൽ. ഓക്കെ, എങ്ങനെ 4 സ്ഫിയേഴ്സ് വന്ന്, കാരണം ഇത് FCC ആണ് അല്ലെ. FCC ആകുമ്പോൾ എങ്ങനെ 4 പാർട്ടിക്കിൾ ഇല്ലേ, അപ്പൊ അതുകൊണ്ടാണ് 4 സ്ഫിയർ എന്ന് പറയുന്നത്. വോളിയം occupied ബൈ 4 സ്ഫിയർ ഇൻ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ന്യൂമറേറ്ററിൽ എന്ത് വരും, 4 പാർട്ടിക്കിളിന്റെ വോളിയം വേണം. അപ്പൊ ഒരു പാർട്ടിക്കിളിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ തന്നെ 4/3 πr³ ആണ്. അങ്ങനെ 4 പാർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ 4 × 4/3 πr³ എന്ന് ന്യൂമറേറ്ററിൽ വരും. എന്നാൽ ഡിനോമിനേറ്ററിൽ വരുന്നത് ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സെൽ നമുക്കറിയാം എ എന്ന് പറയുന്ന എഡ്ജ് ലെങ്ത് ഉള്ള ഒരു യൂണിറ്റ് സെൽ. അപ്പോ യൂണിറ്റ് സെൽ ആ ഒരു ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ a × a. ഓക്കെ, a × a എന്ന് പറഞ്ഞാൽ a³ ആണ്. ആ a³ എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ കുറച്ച് മുന്നേ കണ്ടുപിടിച്ചു a ഈക്വൽ ടു 2 റൂട്ട് 2 ആർ എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ a³ എന്ന് എഴുതുന്നതിന് പകരം എനിക്ക് എന്ത് എഴുതാം, 2 റൂട്ട് 2 r³. ഓക്കെ, 2 റൂട്ട് 2 r ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, 74% എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതെന്ന് വെച്ചാൽ പാക്കിംഗ് എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാന്ന് പഠിച്ച്. പാക്കിംഗ് എഫിഷ്യൻസി പറഞ്ഞാൽ എന്താന്ന് പഠിച്ചു. ഇറ്റ് ഈസ് എ പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദ പാർട്ടിക്കിൾ. ഓക്കെ, പാർട്ടിക്കിൾ ഇരിക്കുന്ന സ്പേസിന്റെ പെർസെന്റേജ്, അതാണ് എന്ത്, പാക്കിംഗ് എഫിഷ്യൻസി. അതിൽ നമ്മൾ പഠിച്ചത് എന്താണ്, സിമ്പിൾ ക്യൂബിക്കിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എങ്ങനെ ഡിറൈവ് ചെയ്യാന്ന് പഠിച്ചു. അതിന്റെ പെർസെന്റേജ് പഠിച്ചു. എത്ര, 52.36 അതല്ലെങ്കിൽ 52.4%. അതേപോലെ തന്നെ BCC ബോഡി സെന്റേർഡിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്താ വരിക എന്ന് നമ്മൾ പഠിച്ചു. ബോഡി സെന്റേർഡ് പാക്കിംഗ് എഫിഷ്യൻസി എന്താ വരിക,
ബോഡി സെന്ററിന്റെ പാക്കിംഗ് എഫിഷ്യൻസി നമുക്ക് കിട്ടിയത് 68% ആണ്. അതെങ്ങനെ കിട്ടിയ എന്നുള്ള ഡിറൈവ് ചെയ്തു നമ്മൾ. അതേപോലെ തന്നെ പാക്കിംഗ് എഫിഷ്യൻസി ഇൻ HCP ആൻഡ് CCP സ്ട്രക്ചർ അതിലെന്താ കിട്ടി 74% എന്നും കിട്ടി. ഓക്കെ, അപ്പൊ ഈ 3% മറക്കരുത്. അതേപോലെ തന്നെ ഈ 3 ഡെറിവേഷനിലും നമ്മൾ എക്കും ആറും എ ഈക്വൽ ടു 6 വരുന്ന ആ ഒരു റിലേഷൻ, 3 എണ്ണത്തിലും എയും 6ഉം വരുന്ന ഒരു റിലേഷൻ ഉണ്ട്. അത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതെന്തായാലും പഠിച്ചിരിക്കണം. ഡെറിവേഷൻ അങ്ങനെ ചോദിക്കാറില്ല എങ്കിലും ഡെറിവേഷൻ എങ്ങനെ വന്നതെന്നെല്ലാം മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.